ഇൻ 10 ഡേയ്സ് ആൻഡ് വിത്തിൻ 10 ഡേയ്സ്. എന്താണ് വ്യത്യാസം? ഇൻ 10 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 10 ഡേയ്സ് ഫ്രം നൗ എന്നാണ്. ഇപ്പോൾ മുതൽ 10 ഡേയ്സ്. ഇറ്റ് ഈസ് ദ 20th of November today and I am going on a trip in 10 days. ഇതിനർത്ഥം ഞാൻ ട്രിപ്പിന് പോകുന്നത് 30th നവംബറിനാണ്. ഇന്ന് 20th നവംബർ അല്ലേ? അപ്പോൾ 30th നവംബറിനാണ് ഞാൻ ട്രിപ്പിന് പോകുന്നത്. വിത്തിൻ 10 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എനി ടൈം ബിറ്റ്വീൻ നൗ ആൻഡ് ഇൻ 10 ഡേയ്സ് ടൈം. ഏത് സമയത്ത് വേണമെങ്കിലും ആകാം. ഇപ്പോൾ മുതൽ 10 ഡേയ്സ് ടൈമിനുള്ളിൽ ഏത് സമയത്തും ആകാം. സോ ടുഡേ ഈസ് ദ 20th of November and I need to eat this candy within 10 days. ഇവിടെ വിത്തിൻ 10 ഡേയ്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം ഐ നീഡ് ടു ഈറ്റ് ഇറ്റ് എനി ടൈം ബിഫോർ ദ 30th of November എന്നാണ്. 20th നവംബർ കഴിഞ്ഞ് 10 ഡേയ്സിനുള്ളിൽ എന്ന് പറയുമ്പോൾ 30th നവംബറിനുള്ളിൽ ഏത് ദിവസം വേണമെങ്കിലും ആകാം. അത് ഇന്നാകാം, നാളെ ആകാം, അതല്ലെങ്കിൽ ഒരു 5 ഡേയ്സ് കഴിഞ്ഞിട്ടാകാം. 10 ഡേയ്സിന് ഉള്ളിൽ വേണമെന്നേ ഉള്ളൂ. ദാറ്റ് മീൻസ് ബിഫോർ ദ 30th of November. അപ്പോൾ ഇൻ 10 ഡേയ്സ് എന്ന് പറയുന്നതും വിത്തിൻ 10 ഡേയ്സ് എന്ന് പറയുന്നതും ഡിഫറൻ്റ് ആണ്.